ഓക്കെ. സോ നമുക്കിനി നോക്കാനുള്ളത് മൊഡ്യൂൾ 4 ആണ്. അതായത് നമ്മളിപ്പോൾ കമ്പൈലറിലെ മൊഡ്യൂൾ 4 ആണ് നമുക്കിനി നോക്കാനുള്ളത്. നമ്മൾ ഇതിനു മുൻപുള്ള 3 മൊഡ്യൂൾസിലായിട്ട് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് കമ്പൈലേഴ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? നമ്മൾ ലെക്സിക്കൽ അനലൈസേഴ്സ് പഠിച്ചു, സിൻടാക്സ് അനലൈസർ പഠിച്ചു, സെമാൻറ്റിക് അനലൈസർ പഠിച്ചു. അവിടെയൊക്കെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് വരെ എങ്ങനെ എത്തി എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ മൊഡ്യൂളിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ടാർഗറ്റ് പ്രോഗ്രാം ആയതിനു ശേഷം, അതായത് നമ്മൾ കൊടുത്ത സോഴ്സ് പ്രോഗ്രാം, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള സോഴ്സ് പ്രോഗ്രാം ടാർഗറ്റ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എത്രത്തോളം മെമ്മറി ആവശ്യമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മെമ്മറി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് അതിനെ ഓരോ സോഴ്സ് പ്രോഗ്രാമിനകത്തുള്ള ഓരോ ഡാറ്റയും എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. സോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റൺ ടൈം എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ്. ഓക്കെ, എന്താണ് റൺ ടൈം എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടാർഗറ്റ് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൺ ടൈം എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൺ ടൈം എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. റൺ ടൈം എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് ഇറ്റ് അസ്യൂംസ് ഇറ്റ്സ് ടാർഗറ്റ് പ്രോഗ്രാംസ് ആർ ബീൻ എക്സിക്യൂട്ടഡ്. എവിടെയാണ് ടാർഗറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൺ ടൈം എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. റൺ ടൈം എൻവിറോൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടാർഗറ്റ് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുക മാത്രമല്ല, അത് അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഡ്യൂട്ടിയാണ്. അതിൻ്റെ കൂടെ തന്നെ അത് ഒരുപാട് എക്സ്ട്രാ ഡ്യൂട്ടീസുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന ഡ്യൂട്ടീസാണ് നമ്മുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്ന സോഴ്സ് പ്രോഗ്രാംസിനകത്ത് നമ്മൾ കൊടുക്കുന്ന സോഴ്സ് പ്രോഗ്രാംസിന് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന സോഴ്സ് പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ഒബ്ജക്ട്സുകൾക്ക്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന വേരിയബിൾസിന് എല്ലാം എന്തിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്? സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അത് റൺ ടൈം എൻവിറോൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. വേരിയബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് വേറെ എവിടെന്നെങ്കിലും ടാർഗറ്റ് പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള വേരിയബിൾസ് പ്രോഗ്രാമിൻ്റെ സോഴ്സ് പ്രോഗ്രാമിനത്തിൻ്റെ വേറെ എന്തെങ്കിലും പോർഷൻസിൽ ഉണ്ടെങ്കിൽ അതിനെ ആക്സസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, വേരിയബിൾസിനെ ആക്സസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. നമ്മൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് കൊടുക്കാറുണ്ട് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനകത്ത്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സുകളെ പരസ്പരം കണക്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനിടയിൽ ഒരു ലിങ്കേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, പാരാമീറ്റേഴ്സുകൾ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, IO ഡിവൈസസുകളെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് ആർക്ക് വരുന്നുണ്ട്? എക്സ്ട്രാ റൺ ടൈം എൻവിറോൺമെൻറ്റ്സിന് വരുന്നുണ്ട്. ഓക്കെ, സോ റൺ ടൈം എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് പ്രോഗ്രാംസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ എവിടെയാണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻവിറോൺമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൺ ടൈം എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന റൺ ടൈം എൻവിറോൺമെൻറ്റ് ഡ്യൂട്ടീസാണ്. പ്രൊസീജിയേഴ്സുകൾ തമ്മിൽ ലിങ്കേജ് ഉണ്ടാക്കി കൊടുക്കുന്ന റൺ ടൈം എൻവിറോൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. IO ഡിവൈസസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് റൺ ടൈം എൻവിറോൺമെൻറ്റ് ഡ്യൂട്ടിയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനിടയിൽ ഒരു ഇൻ്റർഫേസ് പോലെ വർക്ക് ചെയ്യുന്നതും റൺ ടൈം എൻവിറോൺമെൻറ്റ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ഇതാണ് സ്റ്റോറേജ് ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞു ഓൾറെഡി, സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മൾ, ഇല്ലേ? സ്റ്റോറേജ് അല്ലെങ്കിൽ ലൊക്കേഷൻസോ വേരിയബിൾസിനും മറ്റൊക്കെ ലൊക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു, മെമ്മറി ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് സ്റ്റോറേജ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ടാർഗറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലോജിക്കൽ അഡ്രസ് സ്പേസ് ഉണ്ടാവും. ഏതൊരു സോഴ്സ് പ്രോഗ്രാമിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടാർഗറ്റ് പ്രോഗ്രാമിനെ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അഥവാ കമ്പൈലർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ലോജിക്കൽ അഡ്രസ് സ്പേസ് ഉണ്ടാവും. അതിനകത്തുള്ള ഓരോ വാല്യൂവിനും ആ ലോജിക്കൽ അഡ്രസ് സ്പേസിനകത്തൊരു ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് നിങ്ങൾക്കറിയാം, വിർച്വൽ മെമ്മറി ആണ് ഏതെന്ന് പറയുന്ന ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. ദെൻ ഈ ലോജിക്കൽ അഡ്രസ് സ്പേസ് എപ്പോഴാണ് ആ ടാർഗറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്, ആ സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ് സ്പേസിനകത്തേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ മാറും. ഇങ്ങനെ ലോജിക്കൽ അഡ്രസ് സ്പേസ് ഉണ്ടാക്കുകയും ആ ലോജിക്കൽ അഡ്രസ് സ്പേസിൻ്റെ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്യുന്നതും
കംപ്ലീറ്റ്ലി കമ്പൈലറിന്റെ മാത്രം ഡ്യൂട്ടി അല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കമ്പൈലർ എന്ത് ചെയ്യുന്നത്, സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടാർഗറ്റ് പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള അഡ്രസ് സ്പേസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനും ഒക്കെ ചെയ്യുന്നത് ആരുടെയും കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ച ആളുകളാണ്, ആ സമയത്ത് പഠിച്ചിട്ടുണ്ടാവും ലോജിക്കൽ അഡ്രസ് സ്പേസും ഫിസിക്കൽ അഡ്രസ് സ്പേസിലേക്ക് മാറ്റുന്ന മാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് ആരാ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ചെയ്യുന്നത്. ഓക്കെ, ദ സെയിം വേ ഇവിടെയും ആ ഡ്യൂട്ടി ചെയ്യുന്നത് ആര് തന്നെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത്. ലോജിക്കൽ അഡ്രസ് സ്പേസിൽ നിന്നും ആ ഒരു ടാർഗറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനാവുമ്പോൾ അതിനെ ഏതിലേക്ക് മാറ്റും, ഫിസിക്കൽ അഡ്രസ് സ്പേസിലേക്ക് മാറ്റും. അപ്പോൾ മാത്രമാണ് അതെന്ത് ചെയ്യുന്നത്, എക്സിക്യൂഷന് റെഡി ആയി മാറുള്ളൂ. അതിന് ഫിസിക്കൽ അഡ്രസ് സ്പേസിൽ എത്തിയാൽ മാത്രമേ ആ ഒരു ടാർഗറ്റ് പ്രോഗ്രാം എന്താവത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്താവത്തുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. സോ സ്റ്റോറേജ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതൊരു ടാർഗറ്റ് പ്രോഗ്രാമിനും ഒരു ലോജിക്കൽ അഡ്രസ് സ്പേസ് ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ഒരു ലോജിക്കൽ അഡ്രസ് സ്പേസ് ഉണ്ടാവും. എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയം വരുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ടാർഗറ്റ് ഫിസിക്കൽ അഡ്രസ് സ്പേസിനകത്തേക്ക് അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു റൺ ടൈം മെമ്മറിന്റെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ടാർഗറ്റ് പ്രോഗ്രാമിന്റെ റൺ ടൈം മെമ്മറിനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ടാർഗറ്റ് പ്രോഗ്രാമിന്റെ റൺ ടൈം മെമ്മറിനെ, അഥവാ അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടാർഗറ്റ് പ്രോഗ്രാമിന് ഒരു മെമ്മറി ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ലോജിക്കൽ അഡ്രസ് സ്പേസ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ. ഒരു അഡ്രസ് സ്പേസിനെ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മെയിനായിട്ടും 5 പാർട്സ് ആക്കിയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്യുന്നത്. കോഡ്, സ്റ്റാറ്റിക് ഡാറ്റ, സ്റ്റാക്ക്, ഫ്രീ മെമ്മറി, ഹീപ്പ്. ഇനി ഓരോന്നിലും എന്താണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. ഒരു സിംഗിൾ ടാർഗറ്റ് പ്രോഗ്രാമിന്റെ മെമ്മറിയാണ് കേട്ടോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് കോഡ് ഏരിയ. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്, നമുക്ക് ടാർഗറ്റ് പ്രോഗ്രാമിനകത്തുള്ള എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവില്ലേ, അതിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോഡ് ഏരിയ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഏരിയ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു സ്റ്റോർ ദ ജനറേറ്റഡ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ്. ആ സോഴ്സ് പ്രോഗ്രാമിനകത്തുള്ള എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോഡ് ഏരിയ യൂസ് ചെയ്യുന്നത്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മെയിൻ സോഴ്സ് കോഡ് അല്ലെങ്കിൽ കോഡ് സ്റ്റോർ ചെയ്യുന്ന പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്, കോഡ് ഏരിയ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്, കോഡ് ഏരിയ എന്ന് പറയുന്നത്. ഇത് കമ്പൈൽ ടൈമിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഒരു ലൊക്കേഷൻ കമ്പൈൽ ടൈം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെമ്മറിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. കമ്പൈൽ ടൈമിനകത്താണ് കോഡ് ഏരിയനകത്തേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു മെമ്മറി ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചേഞ്ച് ചെയ്യാത്തതിന് നമ്മൾ സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഡാറ്റ ഏരിയ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കമ്പൈൽ ടൈമിൽ തന്നെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനും സെറ്റ് ചെയ്യുന്നത് കമ്പൈൽ ടൈമിനകത്ത് തന്നെയാണ്. ഇതിനകത്ത് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിനായിട്ടും സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഈ ഗാർബേജ് കളക്ഷൻസ് ഇല്ലേ, നിങ്ങൾ ജാവയിൽ പഠിച്ചിട്ടുണ്ടാവും, ഗാർബേജ് കളക്ഷൻസും സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിനകത്തേക്ക് സ്റ്റോർ ആവുന്നത്, സ്റ്റാറ്റിക് ഡാറ്റയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാക്ക്. റൺ ടൈമിനകത്ത്, അതായത് കോഡും സ്റ്റാറ്റിക്കും വർക്ക് ചെയ്യുന്നത് കമ്പൈൽ ടൈമിലാണെന്നുണ്ടെങ്കിൽ, സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത് റൺ ടൈം ചെയ്യാം. അതായത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒബ്ജക്ട്സ് എറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയബിൾസോ അങ്ങനെയുള്ള എന്തെങ്കിലും എറൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയയാണ് ഏതെന്ന് പറയുന്നത്, സ്റ്റാക്ക് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് പ്രൊസീജിയേഴ്സ്, നമ്മുടെ പ്രോഗ്രാമിംഗ് കോഡിനകത്ത് എന്തെങ്കിലും ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് അവയുടെ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓരോ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡുകളുണ്ട്. ആ ആക്ടിവേഷൻ റെക്കോർഡുകളാണ് ആരുടെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ആക്ടിവേഷൻ റെക്കോർഡ് എന്താണെന്ന് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സിമ്പിളി മനസ്സിലാക്കി വെക്കുക, സ്റ്റാക്ക് ഏരിയക്കകത്ത് ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കോഡിൻ്റെ സ്റ്റാക്ക് ഏരിയൻ്റെ അകത്തേക്ക് സ്റ്റോർ ആവുന്നത് ആക്ടിവേഷൻ റെക്കോർഡ്സുകളാണ്, അഥവാ റൺ ടൈമിനകത്ത് വരുന്ന ഒബ്ജക്ട്സുകളാണ് ആക്ടിവേഷൻ റെക്കോർഡ്സ്. റിലേറ്റഡ് ടു പ്രൊസീജിയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്, ആക്ടിവേഷൻ റെക്കോർഡ്. അതാണ് സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അത് റൺ ടൈമിലാണ് സ്റ്റോർ ചെയ്യുന്നത്, കമ്പൈൽ ടൈമിനകത്തല്ല. ഇനി നെക്സ്റ്റ് വൺ ആണ് ഹീപ്പ്. അതിനിടയിൽ ഒരാളുണ്ട്, ഫ്രീ മെമ്മറി ഉണ്ട്, ഹീപ്പും ഉണ്ട്.
ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹീപ്പ്. ഹീപ്പ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ലോങ് ലിവിങ് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ലോങ് ലിവിങ് ഡാറ്റാസ് ഇതും ഡൈനാമിക്കലി തന്നെയാണ് വരുന്നത്. ഡൈനാമിക്കലി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൺ ടൈമിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക്കലി സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത്. ഹീപ്പ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ലോങ് ലിവഡ് ഡാറ്റനെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അലോക്ക്, മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഏതിനകത്ത് വരുന്നത്, ഹീപ്പിനകത്ത് വരുന്നത്. സോ നിങ്ങൾക്കറിയാം എംഎൽഒക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊരു മെമ്മറിനെ അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് പിന്നെ ഫ്രീ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, ആ സമയത്താണ് അത് എന്താവുന്നുള്ളൂ. ആ സമയം വരെ അത് ലിവിങ് ആണ് ആ ഇൻഫർമേഷൻസ്, ആ ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു കോഡ്. എപ്പോഴാണോ അത് നമ്മൾ ഫ്രീ ഉപയോഗിച്ചിട്ട് ഫ്രീ ആക്കുന്നത് വരെ അത് യൂസ്ഡ് ആണ്. സോ ആ സമയം വരെ അത് ലീവാണ്. ആ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഏതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, ഹീപ്പിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മൾ 5 ആയിട്ടാണ് ഒരു ടാർഗറ്റ് പ്രോഗ്രാമിന്റെ മെമ്മറിനെ ഡിവൈഡ് ചെയ്യുന്നത്. കോഡ്, സ്റ്റാറ്റിക്, സ്റ്റാക്ക്, ഹീപ്പ്. കോഡും സ്റ്റാറ്റിക്കും കമ്പൈൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സ്റ്റാക്കും ഹീപ്പും വരുന്നത് റൺ ടൈമിനകത്താണ്. ഇനി നിങ്ങളിവിടെ കണ്ട ഒരു ഫ്രീ മെമ്മറി, ഈ ഫ്രീ മെമ്മറി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാക്കും ഹീപ്പും റൺ ടൈമിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. സോ എത്രത്തോളം മെമ്മറി സ്റ്റാക്കിന്റെ പോർഷനിലും ഹീപ്പിന്റെ പോർഷനിലും ആവശ്യമായിട്ട് വരും എന്നുള്ളത് നമുക്ക് ഓൾറെഡി പറയാൻ പറ്റില്ല. സോ സ്റ്റാക്ക് ഇനി ഒരുപാട് ഡാറ്റ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് താഴേക്ക് വലുതായിക്കൊണ്ടേയിരിക്കും. അതായത് ഈ ഫ്രീ മെമ്മറിയിൽ നിന്നുള്ള മെമ്മറി അതിന് യൂസ് ചെയ്യാൻ പറ്റും. ഹീപ്പും അതേപോലെ തന്നെ റൺ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. സോ റൺ ടൈമിൽ എത്രത്തോളം മെമ്മറി അതിന് ആവശ്യമായിട്ട് വരും നമുക്ക് പറയാൻ പറ്റില്ല. ഹീപ്പിന്റെ പോർഷനിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ളത്. സോ അതിനെയും ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, ഇത് മുകളിലോട്ടാണ് ഗ്രോ ചെയ്യുക ഈ ഫ്രീ മെമ്മറിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. Stack and heap are the opposite end of the remainder of the address space. Address spaceന്റെ opposite endലാണ് സ്റ്റാക്കും ഹീപ്പും കിടക്കുന്നത്. These are dynamic. Size can change in this program execute. These areas grows towards each other's needed. The stack is used to store data structures called ആക്ടിവേഷൻ റെക്കോർഡ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രീ മെമ്മറിനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എപ്പോഴും സ്റ്റാക്ക് ഗ്രോ ചെയ്യുന്നത് താഴോട്ടേക്കാണ്, അതായത് ലോവർ അഡ്രസ്സിലേക്കാണ്. ഹീപ്പ് എപ്പോഴും ഗ്രോ ചെയ്യുന്നത് ഹയർ അഡ്രസ്സിലേക്കായിരിക്കും കേട്ടോ. മുകളിലേക്ക് പോകുന്നത് ഹയർ അഡ്രസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് മെയിൻലി 2 ടൈപ്പ് ഓഫ് മെമ്മറി അലൊക്കേഷൻസ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോറേജ് അലൊക്കേഷൻസ് ആണ് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡൈനാമിക്കും ഡൈനാമിക്കും അതേപോലെ തന്നെ കമ്പൈൽ ടൈം എന്ന് പറഞ്ഞു. ഓക്കെ. സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് സ്റ്റോറേജ് അലൊക്കേഷൻസ്. സ്റ്റാറ്റിക് സ്റ്റോറേജ് അലൊക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെമ്മറി അലൊക്കേഷൻ സ്റ്റാറ്റിക് ആയിരിക്കും. അഥവാ മെമ്മറി അലൊക്കേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ആ ഡിസിഷൻ നടക്കുന്നത് അറ്റ് ദ കമ്പൈൽ ടൈം ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് സ്റ്റോറേജ് അലൊക്കേഷൻ എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തല്ല, ഒരു പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്ന സമയത്ത്, അതായത് ആ ഒരു പ്രോഗ്രാമിന്റെ ടെക്സ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സ്റ്റോറേജ് എന്ത് നടക്കുന്നത്, അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ അത് എത്രത്തോളം റൺ ചെയ്യുന്ന സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ആ പ്രോഗ്രാമിന്റെ ടെക്സ്റ്റിനെ അതായത് കോണ്ടന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് സ്റ്റോറേജ് അലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് അറ്റ് ദ ടൈം ഓഫ് കമ്പൈലേഷൻ. ഇനി ഡൈനാമിക് സ്റ്റോറേജ് അലൊക്കേഷന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതിനെയാണ്. കമ്പയർ ടൈമിന്റെ സമയത്തല്ലാതെ റൺ ടൈമിന്റെ സമയത്ത് അഥവാ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ടാർഗറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമിക് സ്റ്റോറേജ് അലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡൈനാമിക് സ്റ്റോറേജ് അലൊക്കേഷൻ ആണ് നമുക്ക് ഇൻഡെപ്ത് പഠിക്കാനുള്ളത്. ഡൈനാമിക് സ്റ്റോറേജ് അലൊക്കേഷൻ 2 രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. സ്റ്റാക്ക് സ്റ്റോറേജും ഉണ്ട്, ഹീപ്പ് സ്റ്റോറേജും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞില്ലേ, സ്റ്റാക്ക്, ഹീപ്പ്, ഇതിനെ തന്നെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്ന സ്റ്റാക്ക് സ്റ്റോറേജിനകത്തേക്ക് വരുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, പ്രൊസീജിയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡുകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്റ്റാക്ക് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് നെയിംസ് ലോക്കൽ ടു എ പ്രൊസീജിയർ ആർ അലൊക്കേറ്റഡ് സ്പേസിനെ ഓൺ എ സ്റ്റാക്ക്. സ്റ്റാക്കിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് പ്രൊസീജിയർ മായി റിലേറ്റ് ചെയ്ത അഥവാ ഫംഗ്ഷനുമായി അലൊക്കേറ്റ് ചെയ്ത് ഫംഗ്ഷൻ അലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ആവുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഹീപ്പ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ലിവ്ഡ് ഡാറ്റാസ് ആണ് ആരുടെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്, ഹീപ്പിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എംഎൽഒക്ക് പോലെ നമ്മൾ മെമ്മറി അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ ലോങ് ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, ഹീപ്പിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്.
അത് റീയൂസബിൾ ആണ്. ഹീപ്പിന്റെ പോർഷൻ റീയൂസബിൾ ആണ്. എപ്പോഴാണോ ആ ലോങ് ലിവിങ് ഡാറ്റാന്റെ യൂസേജ് നിർത്തുന്നത് അല്ലെങ്കിൽ അതിനെ ഇൻവാലിഡേറ്റഡ് ആവുന്നത്, അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. This heap area is an of virtual memory that allows objects or other data elements to obtain storage when they are created and returned that storage when they are invalidated. എപ്പോഴാണോ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ റിട്ടേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ആ ലോങ് ലിവിങ് ഡാറ്റ ആ ടാർഗറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് നിർത്തുന്നത്, അതോടുകൂടി ആ ഏരിയ എന്തായിട്ട് മാറും? ഹീപ്പ് ഏരിയ എന്തായിട്ട് മാറും? ഫ്രീ ആയിട്ട് മാറും. പിന്നെയും നമുക്ക് അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് സ്റ്റാക്ക് അലൊക്കേഷൻ ഓഫ് സ്പേസ് ആണ്. അതായത് സ്റ്റാക്ക് അലൊക്കേഷനെ ഇൻ ഡെപ്ത് ആയിട്ടാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. സോ സ്റ്റാക്ക് അലൊക്കേഷൻ ഓഫ് സ്പേസ്, ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് ഈ മൊഡ്യൂളിനകത്ത് സ്റ്റാക്ക് അലൊക്കേഷനും ഹീപ്പ് അലൊക്കേഷനും ആണ്. അതായത് രണ്ട് ഡിഫറെന്റ് മെമ്മറി അലൊക്കേഷൻ മെത്തേഡ് ആയിട്ടുള്ള ഡൈനാമിക് മെത്തേഡ്സ് ആയിട്ടുള്ള സ്റ്റാക്ക് അലൊക്കേഷൻ എന്താ ചെയ്യുന്നത് എന്നും ഹീപ്പ് അലൊക്കേഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ ആണ് സ്റ്റാക്ക് അലൊക്കേഷൻ ഓഫ് സ്പേസ്. ഓൾമോസ്റ്റ് നമ്മൾ ഏതൊരു പ്രോഗ്രാം ലാംഗ്വേജും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്തെല്ലാം ആര് വരുന്നുണ്ട്? ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, മെത്തേഡ്സ്, ഫങ്ഷൻസ് അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഇത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ റൺ ടൈമിനകത്ത് അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിനകത്ത് ആരിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓരോ സമയത്തും നമ്മുടെ കൊടുത്തിട്ടുള്ള ടാർഗറ്റ് പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനകത്ത് ഒരു പ്രൊസീജിയർ കോൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തെല്ലാം ഉണ്ടാവും? അതിനകത്ത് ലോക്കൽ വേരിയബിൾസ് ഉണ്ടാവും, അതിനാവശ്യമായിട്ടുള്ള ലോക്കൽ വേരിയബിൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ ടെമ്പററി വേരിയബിൾസ് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ടാവും. അങ്ങനെയുള്ള ആ പ്രൊസീജിയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രൊസീജിയർ എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യും. നിങ്ങൾ സ്റ്റാക്ക് അലൊക്കേഷന്റെ അവിടെ ഒരു സ്റ്റാക്കിനെ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടു ആ സ്റ്റാക്കിനകത്തേക്ക് ഒരു പ്രൊസീജിയർ എപ്പോഴാണോ ആക്റ്റീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് ആ സമയത്ത് അതിനകത്തുള്ള ആ പ്രൊസീജിയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആ സ്റ്റാക്കിനകത്തേക്ക് എന്ത് ചെയ്യും? പുഷ് ചെയ്യാണ് ചെയ്യുക. പിന്നെ നമ്മൾ ഫംഗ്ഷൻ എപ്പോഴും കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചെയ്യുക? ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യും. ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യണ സമയത്ത് ആ സ്റ്റാക്കിൽ നിന്നും ആ ഇൻഫർമേഷൻസ് നമ്മൾ ഓൾറെഡി പുഷ് ചെയ്ത ആ ഫംഗ്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊസീജിയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇതാണ് സ്റ്റാക്ക് അലൊക്കേഷനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇനി പ്രൊസീജിയർ എന്താ? പ്രൊസീജിയർ എന്താന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഡിക്ലർ അസോസിയേറ്റ് ഐഡന്റിഫയർ വിത്ത് എ സ്റ്റേറ്റ്മെന്റ്. ദിസ് ഐഡന്റിഫയർ ഈസ് പ്രൊസീജിയർ നെയിംസ്, സ്റ്റേറ്റ്മെന്റ് ഈസ് ദ പ്രൊസീജിയർ ബോഡി. അതിനകത്ത് പ്രൊസീജിയറിന് അതിൻ്റെതായിട്ടുള്ള നെയിം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡ് അറേ എന്ന് പറയുന്നത് പ്രൊസീജിയറിന്റെ നെയിമാണ്. ദെൻ അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള എന്ത് ചെയ്യണമെന്നുള്ള സ്റ്റേറ്റ്മെന്റ്സും ഉണ്ടാവും. ഇനി ആക്ടിവേഷൻ ട്രീ. നമ്മൾ ഓൾറെഡി ഞാൻ ആക്ടിവേഷൻ റെക്കോർഡ് എന്താണെന്ന് ജസ്റ്റ് ഒരു സൂചന തന്നു. നിങ്ങൾക്ക് ഒരു പ്രൊസീജിയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഈ ആക്ടിവേഷൻ ട്രീ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഈ ആക്ടിവേഷൻ റെക്കോർഡാണ് സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യുന്നത്. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്? ഈ ആക്ടിവേഷൻ റെക്കോർഡാണ് ആ സ്റ്റാക്കിനകത്ത് നിന്നും പോപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ് ആക്ടിവേഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ആക്ടിവേഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഒരു എ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട് എന്ന് കരുതുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറില്ലേ, മെയിനിൽ നിന്നും ഡിഫറെന്റ് പ്രൊസീജിയേഴ്സിന് നമ്മൾ കോൾ ചെയ്യാറില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പല ഇപ്പൊ മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും നമ്മളിപ്പോ പ്രിന്റ് സ്കാൻ എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. ഇതിനെ കോൾ ചെയ്യാറുണ്ട്. അപ്പൊ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ആരെ കോൾ ചെയ്യുന്നത്? പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നോക്കുക, എനിക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനുണ്ട്, ഷോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് കരുതുക മെയിനകത്ത്.
സോ ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വെച്ചിട്ടാണ് ഞാൻ ആരെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. സോ മെയിന് ആദ്യം കോൾ ചെയ്തു. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അതിനകത്ത് ആര് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഒന്ന് കഴിഞ്ഞിട്ട് അതിനകത്ത് വേറൊരു ഫംഗ്ഷൻ വരുന്നു. ആ ഫംഗ്ഷനകത്ത് ചിലപ്പോൾ വീണ്ടും വേറൊരു ഫംഗ്ഷൻ വരാം. ആ ഒരു ഹൈറാർക്കിനെ ട്രീ സ്ട്രക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത്. സ്റ്റാക്ക് അലൊക്കേഷൻ ഒരിക്കലും പ്രൊസീജിയർ ക്ലോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫീസിബിൾ ആവത്തില്ല, അല്ലെങ്കിൽ വർക്ക് ആവത്തില്ല. എപ്പോഴാണ് ഒരു പ്രൊസീജിയർ കോൾ വരുന്നത്, ആ സമയത്താണ് സ്റ്റാക്ക് അലൊക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാക്കിലേക്ക് ഡാറ്റ അലൊക്കേറ്റ് ചെയ്യുന്നത്. ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നത്, അതായത് പ്രൊസീജിയറിനെ കോൾ ചെയ്യുമ്പോഴല്ലേ ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൊസീജിയർ കോൾസിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ആക്ടിവേഷൻസ് എന്ന് പറയുന്നത്. ഓരോ എക്സിക്യൂഷൻ ഓഫ് എ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻ ഓഫ് ദ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻ ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ട്ടോ. ഇനി അതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ടിവേഷന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്, എപ്പോഴാണോ നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രൊസീജിയറിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ ടെർമിനേറ്റ് ചെയ്യത്തില്ലേ? ആ ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ് അതിനകത്ത്, അല്ലെങ്കിൽ സ്റ്റെപ്സ് അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് അതിന്റെ എന്ത് എന്ന് പറയുന്നത്? ലൈഫ് ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസീജിയർ ടെർമിനേറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ആക്ടിവേഷൻ റെക്കോർഡും ടെർമിനേറ്റ് ചെയ്യും. ഈ ഒരു ഫ്ലോനെ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിന്റെ ആ ഒരു എക്സിക്യൂഷന്റെ ആ ഒരു ഫ്ലോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻ, ഒരു അതിനൊരു ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത്. എയും ബിയും 2 പ്രൊസീജിയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ടിവേഷൻസ്, അഥവാ അവരുടെ ആക്ടിവേഷൻസ് ഒരിക്കലും ഓവർലാപ്പ് ചെയ്യില്ല. ഒന്നെങ്കിൽ നെസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യത്തില്ല. ഒരിക്കലും ഒന്ന് മറ്റൊന്നിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടായിരിക്കില്ല ആക്ടിവേഷൻ വർക്ക് ആവുന്നത്, സോറി, പ്രൊസീജിയേഴ്സ് വർക്ക് ആവുന്നത് ട്ടോ. ഇനി അതേപോലെ തന്നെ റിക്കർസീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിക്കർസീവ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഒരു പ്രൊസീജിയറിനകത്ത് അത് തന്നെ വീണ്ടും കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിക്കർസീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നടക്കുന്ന സമയത്ത് മീൻസ് ഇപ്പൊ എന്ത് വരുന്നത്? ഒരേ പ്രൊസീജിയർ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രൊസീജിയർ, അതായത് ഇപ്പോ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വീണ്ടും നമ്മൾ ആഡിനെ തന്നെ കോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ആഡിന്റെ, അല്ലെങ്കിൽ ഒരു ആഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ മറ്റ് ആഡ് എന്ന് പറയുന്ന വീണ്ടും അതേ ഫംഗ്ഷനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ എല്ലാ ഫംഗ്ഷൻസും കൂടിയും ആഡ് എല്ലാം കൂടിയും സെയിം ഫംഗ്ഷൻ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് വരുന്നുള്ളൂ? മറ്റേത് വരത്തുള്ളൂ ട്ടോ. എങ്ങനെയാണ് ആ ഒരു കൺട്രോളിംഗ് ചെയ്യേണ്ടത് എന്ന്, അല്ലെങ്കിൽ ഫംഗ്ഷൻസിന്റെ ആക്ടിവേഷൻസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത് ട്ടോ. ഇനി ദർ ആർ സം പ്രോപ്പർട്ടീസ് ഓഫ് ആക്ടിവേഷൻ ട്രീസ്. അതിൽ ഫസ്റ്റ് വൺ ആണ്, ട്രീ ആണ്, നോഡ് ഉണ്ടാവും. ഓരോ നോഡും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ പ്രൊസീജിയറിന്റെ ആക്ടിവേഷനെയാണ്. ആക്ടിവേഷൻ മീൻസ് എക്സിക്യൂഷൻ, അല്ലെങ്കിൽ കോളിംഗ് ഓഫ് എ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടിവേഷൻ എന്ന് പറയുന്നത് ട്ടോ. ആക്ടിവേറ്റ് ആവുക. ഓരോ നോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ടിവേഷൻ ഓഫ് എ പ്രൊസീജിയർ ആണ്. ദെൻ റൂട്ട് ഷോ ചെയ്യിക്കുന്നത് മെയിൻ ഫംഗ്ഷനെയാണ്. അതായത് ഇപ്പോൾ ജാവ ആയിക്കോട്ടെ, സി ആയിക്കോട്ടെ, അതിലൊക്കെ മെയിൻ ഫംഗ്ഷനകത്താണ് ബാക്കിയുള്ളവരെല്ലാം വർക്ക് ചെയ്യുന്നത്. സോ ആ മെയിൻ ഫംഗ്ഷനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? റൂട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോ അതിനകത്ത് ദെൻ നെക്സ്റ്റ്, ഒരു പ്രൊസീജിയർ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എക്സ് എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ട്, അതായത് ഒരു പ്രൊസീജിയർ ഉണ്ട്. നോഡ് മീൻസ് ഗ്രാഫിലേക്ക്, ട്രീയിലേക്ക് വരുന്ന സമയത്ത് അതൊരു നോഡായിട്ട് മാറും. ഓരോ പ്രൊസീജിയറും മുന്നേ ഒരു നോഡ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? എക്സ് എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ട് എന്ന് കരുതുക. അതായത് ഒരു പ്രൊസീജിയർ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് വൈന്റെ പാരന്റ് ആവണമെന്നുണ്ടെങ്കിൽ, എക്സ് എന്ന് പറയുന്നത് വൈന്റെ പാരന്റ് ആവണമെന്നുണ്ടെങ്കിൽ, ഈ എക്സ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നിന്നായിരിക്കണം വൈന്റെ കൺട്രോൾ വരേണ്ടത്. അതായത് എക്സ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നിന്നായിരിക്കണം വൈ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് എക്സ് എന്തായിട്ട് മാറുന്നത്? വൈന്റെ പാരന്റ് ആയിട്ട് മാറുന്നത് ട്ടോ. ഇനി ഒരു സീക്വൻഷ്യൽ മാനറിലാണ് എന്ത് നടക്കുന്നത്? ഒരു പ്രൊസീജിയറിന്റെ കൺട്രോൾ ഫ്ലോ പോകുന്നത് ട്ടോ. അതായത് ഒരു പ്രൊസീജിയറിനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിൽ നിന്ന് മറ്റൊരു പ്രൊസീജിയറിനെ കോൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ ആ കൺട്രോൾ പോകുന്നത് എവിടേക്കാണ്? കോൾഡ് പ്രൊസീജിയറിനകത്തേക്കാണ് പോകുന്നത് ട്ടോ.
ദെൻ ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് കൺട്രോൾ ഫ്ലോ, അതായത് എങ്ങനെയാണ് ഇനി ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് ആരാണോ കോൾ ചെയ്തത്, കോൾ ചെയ്ത പ്രൊസീജിയറിനകത്തേക്ക് എന്ത് പോവും, അതിന്റെ കൺട്രോൾ റിട്ടേൺ അടിക്കും. ഇനി ആക്ടിവേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ ഈ ഒരു കൺട്രോൾ ഫ്ലോനെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, അതായത് പ്രൊസീജിയേഴ്സിന്റെ ആക്ടിവേഷൻസിനെ കൺട്രോളിങ് അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ ഫ്ലോ, പ്രൊസീജിയേഴ്സിനിടയിലുള്ള കൺട്രോൾ ഫ്ലോനെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ആക്ടിവേഷൻ ട്രീനെ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു പീസ് ഓഫ് കോഡാണ്. ഇവിടെ പ്രിന്റ്എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കാൻഎഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വർക്കുന്നത് ഒരു മെയിൻ ഫംഗ്ഷൻ അണ്ടറിലായിരിക്കും കേട്ടോ. ദെൻ ഷോ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഷോ ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കോളിംഗ് ആണ് നടക്കുന്നത്. ഇത് കോൾഡ് പ്രൊസീജിയർ ആണ്, കോളിംഗ് പ്രൊസീജിയർ ആണ്. ഇത് ഇവിടുന്ന് എവിടേക്ക് പോകും, അതിന്റെ കൺട്രോൾ ഇങ്ങോട്ടേക്ക് പോകും. കാരണം ഇൻഡ് ഷോ ഡാറ്റ എന്ന് പറയുന്നതാണ് അതിന്റെ ഡെഫിനിഷൻ. സോ ഇവിടെ കോളിംഗ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡാറ്റ എവിടേക്ക്, അതിന്റെ കൺട്രോൾ എവിടേക്ക് പോകണം, അതിന്റെ കറസ്പോണ്ടിങ് ഡെഫിനിഷൻ പാർട്ടിലേക്ക് പോകണം. ദെൻ അതിനുശേഷം ഇത് ഇവിടെ ഇത്രയും സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അത് എവിടേക്ക് തന്നെ റിട്ടേൺ ചെയ്യും, ഇതിന് ശേഷമുള്ള തൊട്ട് താഴെയുള്ള പ്രൊസീജിയർ സ്റ്റേറ്റ്മെന്റിനകത്തേക്ക് റിട്ടേൺ ചെയ്യും. എഗെയിൻ അതെന്താണ്, ഒരു പ്രിന്റ് ഫംഗ്ഷൻ ആണ്. ഇതാണ് ഒരു നോർമൽ ഒരു ഫംഗ്ഷൻ കോളിന്റെ എന്ത് പറയുന്നത്, വർക്കിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഓരോ കോഡ് വർക്ക് ചെയ്യും, എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, ഇതൊക്കെ ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. ഇതിന്റെയൊക്കെ ബിഹൈൻഡിൽ കോഡ് നടക്കുന്നുണ്ട്. ഫംഗ്ഷനെ വർക്ക് ഇപ്പോൾ ഷോ ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ നടക്കുന്ന സമയത്ത് അത് എവിടേക്ക് പോകും, അതിന്റെ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്, ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് കൺട്രോൾ എവിടേക്ക് തന്നെ പോകും, എവിടുന്നാണോ അത് കോൾ ചെയ്തത് അതിന്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിനകത്തേക്ക് പോകും. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ ട്രീ ആണിത്. ഇവിടെ മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവാം, കാരണം ഞാൻ അത് ഒരുപാട് ഒരു പീസ് ഓഫ് കോഡ് മാത്രം എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇനി പിന്നെ എന്താ വരുന്നത്, ഫസ്റ്റ് പ്രിന്റ് എഫ് അല്ലേ വരുന്നത്. സോ ആ പ്രിന്റ് എഫ് ആണ് ഇതെന്ന് പറയുന്നത്. ദ സെയിം വേ എന്തും വരുന്നുണ്ട്, സ്കാൻഎഫും വരുന്നുണ്ട്. ഇനി ഷോ ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്കാവും. ഷോ ഡാറ്റ എന്ന് പറയുന്നത് ഈ ഷോ ഡാറ്റയിലേക്ക് ഇങ്ങോട്ടേക്ക് പോവും. ഇതിനകത്ത് വേറൊരു പ്രിന്റ് എഫ് വരുന്നുണ്ട്, കണ്ടോ. ഷോ ഡാറ്റ അതിനകത്തൊരു പ്രിന്റ് എഫ് വരുന്നുണ്ട്. തിരിച്ചു പോവും. തിരിച്ചു പോയതിന് ശേഷം അത് എവിടേക്ക്, ഏതാണ് പിന്നെ വരുന്നത്, പ്രിന്റ് എഫ് ആണ് വരുന്നത്. പ്രിന്റ് എഫ് വരും. ഇതാണ് ആ പ്രിന്റ് എഫ്. ഇവിടെ ആരോ മാർക്ക് താഴോട്ടും മുകളിലോട്ടൊക്കെ കാണിക്കുന്നത് ഇവിടേക്ക് റിട്ടേൺ വേണമെങ്കിൽ വരാം, തിരിച്ചു വരാം. ഇപ്പോൾ പ്രിന്റ് എഫ് വർക്ക് ചെയ്ത് പ്രിന്റ് എഫിന്റെ കറസ്പോണ്ടിങ് കോഡ് വേറെ എവിടെയെങ്കിലും സ്റ്റോർഡ് ആയിരിക്കും നമ്മുടെ കമ്പൈലറിനകത്ത്. ദെൻ അത് തിരിച്ച് എവിടേക്ക് പോകണം, ഓൾറെഡി വന്നതിനകത്തേക്ക് തന്നെ പോകണം. അവിടുന്ന് പിന്നെ സ്കാൻഎഫ് വർക്ക് ചെയ്യണം. സ്കാൻഎഫിന്റെ കോഡ് വർക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു വരണം. പിന്നെ ഷോ ഡാറ്റ വർക്ക് ചെയ്യണം. ഷോ ഡാറ്റ വർക്ക് ചെയ്തതിന് ശേഷം എവിടേക്ക് പോകണം, അതിനകത്ത് തന്നെയുള്ള പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വേണം. ഇവിടെയാണ് പറഞ്ഞത് ഇപ്പൊ പ്രിന്റ് എഫിന്റെ പാരന്റ് ആണ് ഇവിടെ ആര് എന്ന് പറയുന്നത്, ഷോ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റെപ്രസെന്റേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ആ കൺട്രോൾ ഫ്ലോ വർക്ക് ചെയ്യുന്നത്, ഫംഗ്ഷനകത്തുള്ള കൺട്രോൾ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിനെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ആക്ടിവേഷൻ റെക്കോർഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ആക്ടിവേഷൻ റെക്കോർഡ് എന്താണെന്നുള്ളത്. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് പറയാം. എങ്ങനെ, റൺ ടൈമിനകത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊസീജിയർ കോള് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൺ ടൈം അല്ലെങ്കിൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, ആ ഒരു പ്രൊസീജിയറിന്റെ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് ആക്ടിവേറ്റ് ചെയ്യാം, പ്രൊസീജിയർ കോൾ നടക്കാം, പിന്നെ അതിൽ നിന്നും അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൽ നിന്ന് റിട്ടേൺ ചെയ്യാം. ഈ സമയത്താണ് ഇത് മെയിനായിട്ട് നടക്കുന്നത് റൺ ടൈമിനകത്താണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇത് റൺ ടൈമിനകത്ത് നടക്കുന്ന സമയത്ത് ഈ ഇൻഫർമേഷൻസ് എല്ലാം അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടേക്കിടും, സ്റ്റാക്കിനകത്തേക്കിടും. സോ ഈ ഒരു പ്രൊസീജിയർ കോളും ആ പ്രൊസീജിയറിൽ നിന്നുള്ള റിട്ടേണും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു സ്റ്റാക്കാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൺ ടൈം സ്റ്റാക്ക് എന്ന് പറയും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പറയും, കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറയും. സോ മനസ്സിലാക്കി വെക്കുക, ഒരു പ്രൊസീജിയർ കോളും ആ കോളിൽ നിന്നുള്ള ആ പ്രൊസീജിയറിൽ നിന്ന് റിട്ടേണും കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റാക്ക് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്, ആക്ടിവേഷൻ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിവേഷൻ റെക്കോർഡിനെ തന്നെ സംടൈംസ് എന്ത് പറയാറുണ്ട്, ഫ്രെയിം എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി മനസ്സിലാക്കി വെക്കണം, ഒരു പ്രൊസീജിയർ ആക്റ്റീവ് ആവാതെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴും ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാ,
ഈ ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാ? ഇവിടുന്ന് അതിന് കോൾ വന്നതുകൊണ്ടാണ്. ഈ ഒരു കോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എപ്പോഴാണോ ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് അതിന് ആക്ടിവേഷൻ റെക്കോർഡ് ജനറേറ്റ് ചെയ്യുന്നതും അതിനെ എവിടേക്ക് ഇടുന്നതും സ്റ്റാക്കിനകത്തേക്ക് ഇടുന്നതും. എപ്പോഴും സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യാണ് ചെയ്യുക. ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് വരിക. സോ ഏറ്റവും ആദ്യം കോൾ ചെയ്ത ഫംഗ്ഷൻ ഏതാണോ ആക്റ്റീവായ ഫംഗ്ഷൻ ഏതാണോ അതായിരിക്കും സ്റ്റാക്കിന്റെ ഏറ്റവും താഴെ കിടക്കുന്നത്. അതിന്റെ താഴെയായിരിക്കും ഓരോന്നോരോന്നായിട്ട് വരിക. അതായത് റൂട്ട് ഫംഗ്ഷൻ ഏതാണോ അതാണ് ഏറ്റവും ബോട്ടത്തിനകത്ത് ഉണ്ടാവുക. ആക്ടിവേഷൻ ട്രീന്റെ അല്ലെങ്കിൽ ആക്ടിവേഷൻ ഇതിന്റെ ടോപ്പിലായി ബോട്ടത്തിനകത്ത് ഉണ്ടാവുക. സ്റ്റാക്കിന്റെ ബോട്ടത്തിനകത്ത് ഉണ്ടാവുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിന്റ്എഫ് ആയിരിക്കും ഏറ്റവും എവിടെ ഉണ്ടാവുക? ബോട്ടത്തിൽ ഉണ്ടാവുക. കാരണം ഇതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്ത ഫംഗ്ഷൻ. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കോൾ ചെയ്യുന്ന ആളായിരിക്കും എവിടെ ഉണ്ടാവുക? ഏറ്റവും ടോപ്പിലായിട്ട് ഉണ്ടാവുക. ഏറ്റവും പുതിയതായിട്ട് കോൾ ചെയ്യുന്ന ആളാണ് ഏറ്റവും പുതിയതായിട്ട് ഉണ്ടാവുക. The later activation has its record at the top of the stack. ഇനി ഇതൊരു ലിഫോ ഡാറ്റ സ്ട്രക്ചർ ആണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ആദ്യം വന്ന ആള് അവസാനമേ ഇറങ്ങിയുള്ളൂ. അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മീൻസ് ആദ്യം അവസാനം വന്ന ആളാണ് ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്തിട്ട് പുറത്ത് കിടക്കുക. അങ്ങനെ തന്നെ അല്ലേ വരിക? ദെൻ ഒരു ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് ഇതിനകത്ത് ഈ ആക്ടിവേഷൻ റെക്കോർഡിനകത്ത്. ഒരു ആക്ടിവേഷൻ റെക്കോർഡിനെ മെയിൻ ആയിട്ടും 7 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺഡ് വാല്യൂ, ആക്ച്വൽ പാരാമീറ്റേഴ്സ്, കൺട്രോൾ ലിങ്ക്, ആക്സസ് ലിങ്ക്, സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്, ലോക്കൽ ഡാറ്റ, ടെമ്പററീസ്. ഇങ്ങനെ 7 ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഓരോന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ടെമ്പററി വാല്യൂസ്. ഇത് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് ടെമ്പററി വാല്യൂസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും എക്സ്പ്രഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡൈനാമിക് അലൊക്കേഷൻ ആണ് സ്റ്റാക്ക് അലൊക്കേഷൻ. സോ മനസ്സിലാക്കണം, റൺ ടൈമിലാണ് നടക്കുന്നത്. അങ്ങനെ റൺ ടൈമിൽ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പ്രഷനൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ടെമ്പററി വേരിയബിൾസിന്റെ ആവശ്യമായിട്ട് വരാം. ഇപ്പൊ നമ്മൾ തന്നെ 3 അഡ്രസ് കോഡ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ടെമ്പററി വേരിയബിൾസ് യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതേപോലെ എന്തെങ്കിലും ടെമ്പററി വേരിയബിൾസ് ടാർഗറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്ന സമയത്ത്, എസ്പെഷ്യലി പ്രൊസീജിയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അങ്ങനെയുള്ള ടെമ്പററി വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്? ടെമ്പററീസ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ലോക്കൽ ഡാറ്റ. ലോക്കൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ അകത്ത് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോക്കൽ ഡാറ്റ ടു ദാറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലോക്കൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്? ലോക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനകത്ത് ഞാൻ ഒരു ഇൻഡ് എ ബി എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഫംഗ്ഷന്റെ ലോക്കൽ ഡാറ്റയാണ്. ഇതിനകത്ത് ട്ടോ ഈ കർലി ബ്രേസസിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ ലോക്കൽ ഡാറ്റയാണ്. അങ്ങനെയുള്ള ഡാറ്റാസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്? ലോക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്. ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്ന സമയത്ത് സോറി ഓക്കെ ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്ന സമയത്ത് ഒരു ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷന് കോൾ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് കോളറും ഉണ്ട് കോളിയും ഉണ്ട്. കോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ കോളർ എന്ന് പറയുന്നത്. സോ ആ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം അതിലേക്ക് തന്നെ കോളി എക്സിക്യൂട്ട് ചെയ്യും. ആരെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് അയാളെ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അയാൾ ആ സ്റ്റെപ്സ് അവിടെയുള്ള ഫംഗ്ഷൻസിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരണം, റിട്ടേൺ ചെയ്യണം. സോ തിരിച്ചു വരേണ്ടത് ഏത് അഡ്രസ്സിലേക്കായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഓഫ് ദ മെഷീൻ ആണ് ജസ്റ്റ് ബിഫോർ ദ പ്രൊസീജിയർ ഈസ് കോൾഡ്. ഒരു പ്രൊസീജിയർ കോൾ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള സ്റ്റേറ്റിനെ സേവ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ദിസ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് ദ വാല്യൂ ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ. നിങ്ങൾക്ക് അറിയാലോ PC നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനാണ് നമ്മൾ PCക്കകത്ത് സ്റ്റോർ ചെയ്യുക. അങ്ങനെ പ്രോഗ്രാം കൗണ്ടറിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഏതിനകത്തേക്കാണ്? സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസിനകത്തേക്കാണ്. ആൻഡ് മെഷീൻ രജിസ്റ്റേഴ്സ് ദാറ്റ് ഹാവ് ടു ബി റീസ്റ്റോർഡ് വെൻ കൺട്രോൾ റിട്ടേൺസ് ഫ്രം ദ പ്രൊസീജിയർ. ഒരു പ്രൊസീജിയറിൽ നിന്ന് കൺട്രോൾ റിട്ടേൺ ചെയ്ത് വരുന്ന സമയത്ത് എവിടേക്കാണ് പോവേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസിനകത്തേക്കാണ്.
അതായത് ഇപ്പം നിങ്ങൾ ഇവിടുന്ന് നോക്കിയേ, ഈ ഒരു ഫംഗ്ഷനെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കോഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കാൻഎഫ് കഴിഞ്ഞിട്ട് ഷോ ഡാറ്റ വർക്ക് ചെയ്തു. ഷോ ഡാറ്റ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ എത്തണം. സോ ആ ഇൻഫർമേഷൻസ് തിരിച്ച് എവിടേക്കാണ് വരേണ്ടത് എന്നുള്ള അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത് ഏതിനകത്താണ്? ഈ സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിനകത്താണ്. നെക്സ്റ്റ് വൺ ആണ് ആക്സസ് ലിങ്ക്. ആക്സസ് ലിങ്ക് എന്ന് പറയുന്നത് ചില ആക്ടിവേഷൻ റെക്കോർഡിന്റെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ചില പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് വേറെ ഏതെങ്കിലും പ്രൊസീജിയറിനകത്തേക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം. വേറെ ഏതെങ്കിലും പ്രൊസീജിയറിന്റെ ലോക്കൽ ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ആ പ്രൊസീജിയറിന് എന്തുണ്ടാവും? അതിൻ്റെതായിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ്സുകൾ ഉണ്ടാവും. സോ വേറൊരു പ്രൊസീജിയറിന്റെ ആക്ടിവേഷൻ റെക്കോർഡുകളിൽ നിന്നും എന്തെങ്കിലും നോൺ ലോക്കൽ ഡാറ്റ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പ്രൊസീജിയറിന് അതൊരു ലോക്കൽ ഡാറ്റ അല്ല, പക്ഷെ മറ്റേ പ്രൊസീജിയറിന് ഒരു ലോക്കൽ ഡാറ്റയാണ് താനും. അതായത് ഒരു പ്രൊസീജിയറിന്റെ ആക്ടിവേഷൻ റെക്കോർഡിൽ ഒരു പ്രൊസീജിയറിന് മറ്റൊരു പ്രൊസീജിയറിന്റെ ആക്ടിവേഷൻ റെക്കോർഡിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്? ആക്സസ് ലിങ്ക് എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെന്റ് ആക്ടിവേഷൻ റെക്കോർഡുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് ഏതിനകത്ത് ഉണ്ടാവുക? ആക്സസ് ലിങ്കിനകത്ത് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ആണ് കൺട്രോൾ ലിങ്ക്. ഇങ്ക് അല്ല കേട്ടോ, കൺട്രോൾ ലിങ്ക് ആണ്. ഇത് എല്ലാം ആണ് കേട്ടോ. കൺട്രോൾ ലിങ്ക് കോളറും ഉണ്ട്, കോളിയും ഉണ്ട്. ആരാണോ കോൾ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ കോളർ എന്ന് പറയുന്നത്. ആരെയാണോ കോൾ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കോളി എന്ന് പറയാം. സോ കോളറിന്റെ ആക്ടിവേഷൻ റെക്കോർഡുകളുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതാണ് എവിടെ എന്ന് പറയുന്നത്? കൺട്രോൾ ലിങ്കിനകത്ത് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. നിങ്ങൾക്കറിയാം, നമ്മളൊരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാറില്ലേ? അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്? ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് റിട്ടേൺഡ് വാല്യൂ. ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? റിട്ടേൺഡ് വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിട്ടേൺ വാല്യൂസ് ആരാണോ വിളിച്ചത് അയാളിലേക്ക് നമ്മൾ ആ വാല്യൂസ് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ റിട്ടേൺ വാല്യൂ എന്താണോ ചെയ്യുന്നത് അത് സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? റിട്ടേൺഡ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഏതിനകത്ത് വരുന്നത്? ഒരു ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് വരുന്ന ഫീൽഡുകളും അതിനകത്ത് വരുന്ന എന്താണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷനും. സോ ദീസ് ആർ ദ 7 കമ്പോണൻസ് ഇൻ ദ ആക്ടിവേഷൻ റെക്കോർഡ്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സിമ്പിൾ ആണ്. ഒന്നുമില്ല, നിങ്ങൾക്കറിയാം, ഒരു പ്രൊസീജിയറിനെ നമ്മൾ വേറെ എവിടുന്നെങ്കിലും ആണ് കോൾ ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റിന് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴാണ് ഒരു പ്രൊസീജിയറിനെ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ദ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ കോൾ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ബിഹൈൻഡിൽ നടക്കുന്നത്. അതിന് പ്രോഗ്രാം കൗണ്ടറിനെ സ്റ്റോർ ചെയ്യേണ്ടി വരും. ആദ്യം ഉണ്ടായിരുന്ന പ്രോഗ്രാം കൗണ്ടറിനെ സ്റ്റോർ ചെയ്യേണ്ടി വരും. അത് എങ്ങോട്ടേക്കാണ് റിട്ടേൺ ചെയ്ത് വരേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ കോൾസ് ആർ ഇംപ്ലിമെന്റഡ് ബൈ വാട്ട് ആർ നോൺ ആസ് കോളിംഗ് സീക്വൻസ്. പ്രൊസീജിയർ കോൾസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. വിച്ച് കൺസിസ്റ്റ് ഓഫ് കോഡ് ദാറ്റ് അലക്കേറ്റ് ആൻ ആക്ടിവേഷൻ റെക്കോർഡ് ഓൺ ദ സ്റ്റാക്ക്. അത് ഒരു സ്റ്റാക്കിനകത്തേക്ക് ആക്ടിവേഷൻ റെക്കോർഡ് അലക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഉണ്ടാവും അതിനകത്ത്. ആൻഡ് ഇൻറ്റേഴ്സ് ഇൻഫർമേഷൻ ഇൻ ടു ഇറ്റ്സ് ഫീൽഡ്. ആക്ടിവേഷൻ റെക്കോർഡിനകത്തേക്കുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെ ആയിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഏതിനകത്തുണ്ടായിരിക്കും? ഒരു കോളിംഗ് സീക്വൻസ് ഉണ്ടായിരിക്കും. മനസ്സിലാക്കി വെക്കണം, സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് ആക്ടിവേഷൻ റെക്കോർഡാണ്. ഓരോ പ്രൊസീജിയറിന്റെയും ആക്ടിവേഷൻ റെക്കോർഡാണ് എങ്ങോട്ടേക്ക് സ്റ്റോർ ആവുന്നത്? ഫംഗ്ഷനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. കോളിംഗ് സീക്വൻസ് പറഞ്ഞാൽ ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്ടിവേഷൻ റെക്കോർഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ്, ആ ആക്ടിവേഷൻ റെക്കോർഡിനകത്തേക്ക് ഓരോ ഫീൽഡിനകത്തേക്കും പോകേണ്ട ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതേപോലെ തന്നെ അതിന് സ്റ്റാക്കിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് കോളിംഗ് സീക്വൻസിനകത്ത് നടക്കുന്നത്. ദ സെയിം വേ ആരുമുണ്ട്? റിട്ടേൺ സീക്വൻസും ഉണ്ട്. റിട്ടേൺ സീക്വൻസ് അപ്പം എന്തായിരിക്കും? കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആ പ്രൊസീജിയറിൽ നിന്ന് റിട്ടേൺ ചെയ്യണം, അല്ലേ? എവിടെ നിന്നാണോ കോളിംഗ് വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകണം. ആ ഒരു ഇതിനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? റിട്ടേൺ സീക്വൻസ് എന്ന് പറയുന്നത്.
റീസ്റ്റോർ ദ സ്റ്റേറ്റ് ഓഫ് മെഷീൻസ്. മെഷീനിന്റെ സ്റ്റേറ്റ് റീസ്റ്റോർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു മെഷീൻ സ്റ്റാറ്റസ് എവിടെ നിന്ന് പോകുമ്പോൾ എവിടേക്കാണ് തിരിച്ചു വരേണ്ടതെന്ന് വേണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയായിരുന്നു ആദ്യം നിന്നിരുന്നത് ആ ഇൻഫർമേഷൻ സ്റ്റാറ്റസിനെ സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞു. അത് റീസ്റ്റോർ ചെയ്യണം. അതായത് അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കണം. അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തണം. അതിനുശേഷം വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനകത്താണ്, റിട്ടേൺ സീക്വൻസിനകത്താണ്. ഇനി കോളറും കോളിയും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ആരാണോ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പ്രൊസീജിയറിനെയാണ് കോളർ എന്ന് പറയുന്നത്. ആരെയാണോ കോൾ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോളി എന്ന് പറയുന്നത്. The calling sequence is often divided between the calling procedure. കോളിംഗ് സീക്വൻസ് രണ്ടുപേർക്കിടയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, കോളർക്കും കോളിക്കും ഇടയിൽ. ആരാണ് കോൾ ചെയ്യുന്നത്, കോള് ചെയ്യുന്നത് അയാളെ നമ്മൾ കോളർ എന്ന് പറയുന്നത്. ആരെയാണോ ചെയ്യുന്നത് അയാളെ നമ്മൾ കോളി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒരു കോളിംഗ് സീക്വൻസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തും നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് നോക്കുകയാണ്. അതായത് ഒരു കോളിംഗ് സീക്വൻസിനെ അല്ലെങ്കിൽ ഒരു ആക്ടിവേഷൻ റെക്കോർഡുകളെ കോളിംഗ് സീക്വൻസിനകത്തേക്ക് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ കോളിംഗ് സീക്വൻസിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്, റൂൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ്, കോളറും കോളിയും ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ രണ്ടുപേർക്ക് ആക്ടിവേഷൻ ഉണ്ടാവുമല്ലോ. രണ്ടും പ്രൊസീജിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടാവും. അവരുടെ ആക്ടിവേഷൻ റെക്കോർഡിന്റെ എസ്പെഷ്യലി കോളിന്റെ ആക്ടിവേഷൻ റെക്കോർഡിന്റെ ബിഗിനിങ്ങിലാണ് ഇടുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് രണ്ട് ആക്ടിവേഷൻ റെക്കോർഡ്സ് ആണ്. ഒരു കോളറും ഉണ്ട്, ഒരു കോളിയും ഉണ്ട്. ഈ മുകളിൽ വരുന്ന ഈ ഒരു ഏരിയ, ഇവിടുന്ന് വരുന്ന ഈ ഒരു ഏരിയ കോളറിന്റെ ആക്ടിവേഷൻ റെക്കോർഡാണ്. ഇത് കോളിന്റെ ആക്ടിവേഷൻ റെക്കോർഡാണ്. അതായത് ആരാണോ പരസ്പരം കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കോൾ വരികയാണ് ചെയ്യുന്നത്, കോളറാണ് കോളിനെ വിളിക്കുന്നത്, ഇയാളെ വിളിക്കുന്നത്. സോ ഇയാളുടെ ആക്ടിവേഷൻ റെക്കോർഡ്, ഇവർക്ക് രണ്ടുപേർക്കും ഇത് വിളിച്ച ആൾ കോളർ, ഇത് കോളിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും കോമൺ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർ പരസ്പരം ഷെയർ ചെയ്യുന്ന എന്തെങ്കിലും കോമൺ ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും കോളിന്റെ ബിഗിനിങ്ങിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കോളിന്റെ ബിഗിനിങ്ങിലാണ് എന്തിനെ സ്റ്റോർ ചെയ്യുന്നത്, രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ആക്ടിവേഷൻ റെക്കോർഡിന്റെ ബിഗിനിങ്ങിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം സ്റ്റാക്കിനകത്തേക്ക് കോളറിന് ഇട്ടതിന് ശേഷമാണ്, കോളറിന് ഇട്ടിട്ട് ഈ കോളിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ കോളറിന്റെ ആക്ടിവേഷൻ റെക്കോർഡിന്റെ മുകളിലേക്കാണ് ആര് വരുന്നത്, ഈ റെക്കോർഡ് വരുന്നത്, കോളിന്റെ ആക്ടിവേഷൻ റെക്കോർഡ് വരുന്നത്. സോ ക്ലോസ് ആയിട്ട് കിടക്കുമ്പോൾ മെമ്മറി ലൊക്കേഷൻസ് അടുത്തായിരിക്കും വരിക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. സോ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആയിരിക്കും. ഇനി ഫിക്സ്ഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കോളറിനകത്തേക്കോട്ടെ കോളിക്കകത്തേക്കോട്ടെ എന്തെങ്കിലും ഫിക്സ്ഡ് ലെങ്ത് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫിക്സ്ഡ് ലെങ്ത് ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അവരുടെ ആക്ടിവേഷൻ റെക്കോർഡിന്റെ മിഡിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എസ്പെഷ്യലി കൺട്രോൾ ലിങ്ക്, ആക്സസ് ലിങ്ക്, മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കോളറിന്റെയും കോളിന്റെയും മിഡിലായിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ്, എന്തെങ്കിലും സൈസ് വേരി ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അഥവാ ലോക്കൽ വേരിയബിൾസ്, ടെമ്പററി വേരിയബിൾസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ആക്ടിവേഷൻ റെക്കോർഡാണ് സ്റ്റോർ ചെയ്യുന്നത്. ആക്ടിവേഷൻ റെക്കോർഡിന്റെ എൻഡിലായിട്ടാണ് അതിനെ, സോറി ഇത് കേട്ടോ, കൺട്രോൾ ലിങ്ക്, സേവ്ഡ് സ്റ്റാറ്റസിന് ശേഷം ടെമ്പറേസ് ആൻഡ് ലോക്കൽ ഡാറ്റാസ്, ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും ആക്ടിവേഷൻ റെക്കോർഡിന്റെ എൻഡുകളിലായിട്ടാണ്. ഇത് ഒരാളുടെ ആക്ടിവേഷൻ റെക്കോർഡാണ് ഈ ബോൾഡ് ലൈൻ വന്നിട്ടുള്ളത്, ഇത് മറ്റൊന്നിന്റെ ആക്ടിവേഷൻ റെക്കോർഡിന്റെ എൻഡാണ്. സോ ഇവിടെ ആയിട്ട് എൻഡിലായിട്ടാണ് എപ്പോഴും സൈസ് വാരി ചെയ്യുന്ന ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം സൈസ് വാരി ചെയ്യുന്ന ഇൻഫർമേഷൻസ് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ കാരണം അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അതിന്റെ സൈസ് എത്രയാണെന്നുള്ളത്. സോ ആ മെമ്മറി ലൊക്കേഷൻ ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് മതിയാവും. ആ ഒരു വേരിയേഷൻ കാരണം അതുകൊണ്ടാണ് അതിന് എൻഡിൽ വരുന്നത്. സോ എൻലാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ആണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റർ. എപ്പോഴും നമുക്ക് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റർ ഉണ്ടല്ലോ, ഈ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റർ വെച്ചിട്ടാണല്ലോ നമ്മൾ ആരാണ് കറണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത്. എപ്പോഴും ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റർ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ ഫിക്സ്ഡ് ലെങ്ത് ഫീൽഡുകളില്ലേ, അതായത് ഈ മിഡിൽ നമ്മൾ കൊടുത്ത കൺട്രോൾ ലിങ്ക്സുകൾ സേവ് ചെയ്തിട്ടുള്ള ആ ഫീൽഡുകളില്ലേ, കോളിന്റെ
ഫിക്സ്ഡ് ലെങ്ത് ഫീൽഡിന്റെ എൻഡിലായിരിക്കും എപ്പോഴും ടോപ്പ് എസ് പി എന്ത് ചെയ്യുന്നത്, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവുക. ആരാണോ കോളി, അതായത് ആരെയാണോ വിളിച്ചിട്ടുള്ളത്, അയാളുടെ ഫിക്സ്ഡ് ലെങ്ത് ഫീൽഡിന്റെ എൻഡിലായിട്ടായിരിക്കും എപ്പോഴും ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് പോയിന്റർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി മനസ്സിലാക്കി വെക്കുക, ഇത് കോളറിന്റെ ആക്ടിവേഷൻ റെക്കോർഡാണ്, ഇത് കോളീന്റെ ആക്ടിവേഷൻ റെക്കോർഡാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി നോക്കുന്ന സമയത്ത് കോളറിന് ഏത് മുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, ലിങ്കുകൾ മുതൽ ഇതിന്റെ കൺട്രോൾ ലിങ്ക് വരെ എന്ത് വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അതിനുശേഷം കോളീസിന്റെ റെസ്പോൺസിബിലിറ്റിയും വരുന്നുണ്ട്. മാറ്റം മനസ്സിലാക്കി വെക്കണം കേട്ടോ. സോ സ്റ്റാക്ക് പോയിന്റ് എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവുന്നത് എവിടേക്കാണ്, ഫിക്സ്ഡ് ലെങ്ത് ഫീൽഡുകളുടെ എൻഡിലോട്ടായിരിക്കും കേട്ടോ. ഇനി എങ്ങനെയാണ് ഒരു കോളിംഗ് സീക്വൻസ് വർക്ക് ചെയ്യുന്നത്, കോളർക്കും കോളിന്റെയും ബിറ്റ്വീൻ ഇടയിൽ എങ്ങനെയാണ് ഒരു കോളിംഗ് സീക്വൻസിന്റെ വർക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കോളർ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പാസ് ചെയ്യാനുണ്ടെങ്കിൽ, പാരാമീറ്റേഴ്സ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. കാരണം അവിടെ നിന്നാണല്ലോ, കോളറിന്റെ അകത്തു നിന്നാണല്ലോ കോളിംഗ് വരുന്നത്. സോ അവിടെയായിരിക്കും പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. സോ പാരാമീറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് കോളർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റിട്ടേൺ അഡ്രസ് ഇൻഫർമേഷൻസ്, അതായത് മറ്റേ പ്രൊസീജിയറിനകത്തേക്ക് കൺട്രോൾ പോയിട്ട് തിരിച്ചു വരേണ്ട ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്ത് കൊടുക്കും. ദ കോളർ സ്റ്റോർ എ റിട്ടേൺ അഡ്രസ് ആൻഡ് ഓൾഡ് വാല്യൂ ഓഫ് ടോപ്പ് സ്റ്റാക്ക് പോയിന്റർ ഇൻ ടു ദ കോളീസ് ആക്ടിവേഷൻ റെക്കോർഡ്. ഏത് പ്രൊസീജിയർ ആണോ കറന്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ളത്, അയാളുടെ കൺട്രോൾ ലിങ്കിന്റെ എൻഡിലേക്കാണ് എന്ത് വന്ന് കിടക്കുക, ടോപ്പ് സ്റ്റാക്ക് എസ് പി വന്ന് കിടക്കുക. ഇവിടെ ഞാൻ കോളിന്റെ അടുത്തേക്ക് വന്നു എന്ന് പറയാൻ കാരണം, കോളർ കോളിനെ വിളിച്ചാൽ പിന്നെ കോളിയാണ് ആക്റ്റീവ് ആയിട്ടുണ്ടാവുക, കറന്റ്ലി കോളിയാണ് ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഉണ്ടാവുക. ഈ കോളിനെ വിളിക്കുന്നതിന് തൊട്ട് മുൻപ് കോളറിന്റെ ഇവിടെ ആയിരിക്കും ടോപ്പ് സ്റ്റാക്ക് പോയിന്റർ ഉണ്ടായിരിക്കുക. സോ ആ ടോപ്പ് സ്റ്റാക്ക് പോയിന്റർ ആദ്യം എവിടെയായിരുന്നു, അതായത് ഇവിടെയാണ് എന്നുള്ളതിന്റെ ആ മെമ്മറി അഡ്രസ്സ്, അതേപോലെ തന്നെ റിട്ടേൺ ചെയ്ത് വരേണ്ടത് എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം ആരിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും, കോളിന്റെ ആക്ടിവേഷൻ റെക്കോർഡിനകത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നത് കോളർ ആണ് കേട്ടോ. The caller then increment the top stack pointer to the respective പൊസിഷൻസ്. എന്നിട്ട് എന്ത് ചെയ്യും, കോളർ ഈ ടോപ്പ് സ്റ്റാക്ക് പോയിന്ററിനെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് എവിടേക്ക് ഇടും, കോളറിന്റെ ഇതിലേക്ക് ഇടും. അപ്പോഴല്ലേ കോളറിന്റെ സ്റ്റാക്ക് പോയിന്റർ കറന്റ്ലി കോളർ ആവുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ കോളി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ടും കോളറിന്റെ വർക്കാണ്. കോളി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ വാല്യൂസും അതേപോലെ തന്നെ അതർ സ്റ്റാറ്റസ് ഇൻഫർമേഷൻസിനെയും എടുക്കും. ദ കോളി സേവ്സ് ദ രജിസ്റ്റർ വാല്യൂസ് ആൻഡ് അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ. അതായത് ഇവിടുന്ന് പാസ് ചെയ്ത കുറച്ച് ഇൻഫർമേഷൻസ് ഇല്ലേ, എവിടേക്ക് റിട്ടേൺ ചെയ്യണം എന്നുള്ള വാല്യൂസ് ഒക്കെ ഉള്ള ഇൻഫർമേഷൻസ് ഇല്ലേ, അതിന് ആര് സേവ് ചെയ്ത് വെക്കും, കോളി സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ എക്സിക്യൂഷൻ ഒക്കെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ദ കോളി ഇനീഷ്യലൈസ് ഇറ്റ്സ് ലോക്കൽ ഡാറ്റ ആൻഡ് ബിഗിൻസ് എക്സിക്യൂഷൻ. അതിന്റെ ഉള്ളിനകത്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിന്റെ ലോക്കൽ ഡാറ്റനെ ഇനീഷ്യലൈസ് ചെയ്യുകയും അതിന്റെ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് കോളിംഗ് സീക്വൻസിന്റെ അണ്ടറിൽ വരുന്നത്. ഈ കോളിംഗ് സീക്വൻസ് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ, കോളിംഗ് സീക്വൻസിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി കോളിംഗ് മാത്രം മതിയോ, ഈ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ശേഷം തിരിച്ച് കൺട്രോൾ ഇങ്ങോട്ടേക്ക് തന്നെ പോകണ്ടേ, കോളറിന്റെ അകത്തേക്ക് തന്നെ പോകണ്ടേ, എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനെയാണ് നമ്മൾ റിട്ടേൺ സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ നേരെ റിവേഴ്സ് ആണ് വരിക. കോളി എന്ത് ചെയ്യും, അതിന്റെ റിട്ടേൺ വാല്യൂ പാരാമീറ്റേഴ്സിനകത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അതായത് ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അതിന് റിട്ടേൺ വാല്യൂ ഉണ്ടാവുമല്ലോ, ആ റിട്ടേൺ വാല്യൂവിനെ പാരാമീറ്റേഴ്സിനകത്തേക്ക് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് കൊടുക്കും. യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ്. തൊട്ട് മുൻപ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ് ഉണ്ട്, അതായത് എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കോളർ കൊടുത്തിട്ട് കോളി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻസ് എല്ലാം റീസ്റ്റോർ ചെയ്യും. ടോപ്പ് സ്റ്റാക്ക് പോയിന്റർ അതിൻ്റെ അകത്തേക്ക് കൺട്രോൾ വരുന്നതിന് മുൻപ് കോളറിന്റെ എവിടെയായിരുന്നുവോ അങ്ങോട്ടേക്ക് ഡിക്രിമെന്റ് ചെയ്ത് കൊടുക്കും, അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കും. Return the address, then the caller placed in the status field. Although top SP point has been ഡിക്രിമെന്റഡ്, ഡിക്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളിക്കകത്തേക്ക് വരുമ്പോൾ അത് ഇൻക്രിമെന്റ് ആയിരുന്നു, തിരിച്ചത് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും, ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് മാറുക. എന്നിട്ട് അതിനുശേഷമുള്ള കോഡുകൾ എന്ത് ചെയ്യും, കോളറിന്റെ താഴെ വരുന്ന കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇതാണ് എന്തിനകത്ത് വരുന്നത്, റിട്ടേൺ സീക്വൻസിനകത്ത് വരുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ഫങ്ഷൻസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കോളറും കോളിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കോളറിൽ നിന്നും കോളീനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് വേരിയബിൾ ലെങ്ത് ഡാറ്റ ഓൺ ദ സ്റ്റാക്ക്. ഇനി
സ്റ്റാക്കിനകത്ത് വേരിയബിൾ ലെങ്ത് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട് നമ്മൾ. എങ്ങനെയാണ് അതിനെ സ്റ്റോർ ചെയ്യുന്നത്? ഒരുപാട് വേരിയബിൾ ലെങ്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെമ്മറി ആവശ്യമായിട്ട് വരും ചിലപ്പോൾ. ചിലപ്പോൾ ലോങ് വേരിയബിൾ ലെങ്ത് ആണ്, ചിലപ്പോൾ കുറച്ച് മെമ്മറി മതിയാവും, ചിലപ്പോൾ കൂടുതൽ മെമ്മറി വേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് കുറേ മെമ്മറിയൊക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. എസ്പെഷ്യലി ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അറേസ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെ ഡൈനാമിക് അറേസ് വരുന്ന സമയത്ത്, അതായത് മെമ്മറി റൺ ടൈമിന്റെ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന അറേസ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റാക്കിനകത്ത് വേരിയബിൾ ലെങ്ത് ആയിട്ടുള്ള ആ ഡാറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. ഒരു മെമ്മറി മാനേജ്മെന്റ് നടക്കുന്ന സമയത്ത് അതിന് പലപ്പോഴും എന്തുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും? ഒബ്ജക്റ്റ് സൈസ് വേണ്ടി വരും. അതായത് അലൊക്കേഷൻ ഓഫ് സ്പേസസ് ഫോർ ഒബ്ജക്റ്റ് ദ സൈസ് ഓഫ് വിച്ച് ആർ നോട്ട് നോൺ അറ്റ് ദ കമ്പൈൽ ടൈം. കമ്പൈൽ ടൈമിൽ അറിയാത്ത സൈസ് അറിയാത്ത ഒരുപാട് ഒബ്ജക്ട്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യം അതിനാണ് നമ്മൾ റൺ ടൈമിൽ അലൊക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതിന് എങ്ങനെയാണ് സ്റ്റാക്കിനകത്തേക്ക് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പ്രൊസീജിയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ട്ടോ വരുന്നത്. സ്റ്റാക്ക് എങ്ങനെയാണ് അലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. മോഡേൺ ലാംഗ്വേജസിനകത്ത് കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മെനി ഒബ്ജക്ട്സിന്റെയും സൈസ് നമുക്ക് കമ്പൈൽ ടൈമിനകത്ത് ഡിറ്റർമൈൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെ കമ്പൈൽ ടൈമിൽ ഡിറ്റർമിൻ ചെയ്യാത്ത കാര്യങ്ങളെയൊക്കെ മെജോറിറ്റി ഓഫ് ടൈമിലും നമ്മൾ ഹീപ്പ് മാനേജിലേക്കാണ്, അല്ലെങ്കിൽ ഹീപ്പ് അലക്കേറ്റിനകത്തേക്കാണ് കൊടുക്കാറുള്ളത്. എന്നാലും ചില ഒബ്ജക്ട്സുകളെ നമ്മൾ ഏതിനകത്തെയും സ്റ്റോർ ചെയ്യാറുണ്ട്, സ്റ്റാക്കിനകത്തും സ്റ്റോർ ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് അറേസ്, അതേപോലെ തന്നെ അറേ പോലെയുള്ള സ്ട്രക്ചേഴ്സ്. അൺനോൺ സൈസ് ആയിരിക്കും. അതിനെ എങ്ങനെ അൺനോൺ സൈസ് ആയിട്ടുള്ള, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം അതിന്റെ സൈസ് അറിയുള്ളൂ, കമ്പൈൽ ടൈമിൽ അതിന്റെ സൈസ് അറിയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എസ്പെഷ്യലി അറേസ് പോലെ ഡൈനാമിക് അറേസ് പോലെയുള്ളതിന് എങ്ങനെ സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഗാർബേജ് കളക്ഷൻസ് വരാം. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ഒരു അറയുണ്ട് പക്ഷെ അതിന് യൂസ് ചെയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വേസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഗാർബേജ് കളക്ഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് സോൾവ് ചെയ്ത് പോകും വേണം. We avoid the expense of garbage collecting their space. Note that the stack can be used only for an object if it is local to a procedure and becomes inaccessible when the procedure returns. ഗാർബേജ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, നമുക്ക് മെമ്മറി ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ അതിന് തിരിച്ച് മെമ്മറി പൂളിലേക്ക് തന്നെ ഇടുന്നതിനെയാണ് നമ്മൾ ഗാർബേജ് കളക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഡൈനാമിക്കലി ലോങ് അല്ലെങ്കിൽ വേരിയബിൾ ലെങ്ത് ഉള്ള ഡാറ്റയ്ക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന മെമ്മറി, എസ്പെഷ്യലി ആ ഒബ്ജക്ട്സ് എന്തായിരിക്കണം, പ്രൊസീജിയേഴ്സിന് ലോക്കൽ ആയിരിക്കണം, അതായത് വിത്തിൻ ദ പ്രൊസീജിയേഴ്സ് വരുന്നതായിരിക്കണം. എപ്പോഴാണോ അതിന്റെ വർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ടെർമിനേറ്റ് ആവുന്നത്, അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറിയും എന്തായിരിക്കണം, ഇൻആക്സസിബിൾ ആയിരിക്കണം. അതായത് അത് പിന്നെ ഫ്രീ ആയിരിക്കണം ആ മെമ്മറി. അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഇനി ഇതൊരു എക്സാമ്പിൾ ആണ്, അറേസ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഒരു പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ ആക്ടിവേഷൻ റെക്കോർഡാണ് ഇത് കംപ്ലീറ്റ് തന്നിട്ടുള്ളത്. ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ പി ആണ്. ഇതാണ് ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ പി എന്ന് പറയുന്നത്. ഈ ബോൾഡ് ലൈൻ തൊട്ട് ഇതുവരെയുള്ളൂ കേട്ടോ. ഇവിടെ നോക്കിയേ, കൺട്രോളിംഗ് ആൻഡ് സേവ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്. ഇതിനകത്ത് വരുന്ന ലോക്കൽ ആയിട്ട് വരുന്ന 3 അറേസ് ഉണ്ട്. എ, ബി, സി എന്ന് പറഞ്ഞിട്ടുള്ള 3 ഡൈനാമിക് അറേസ് ഉണ്ട്. ഇതിന്റെ സൈസ് ഫിക്സ്ഡ് അല്ല. റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ സൈസ് മനസ്സിലാവത്തുള്ളൂ. സോ അത്രയും ആവശ്യമായിട്ടുള്ള സൈസ് ഡയറക്റ്റ് ആയിട്ട് ആ ആക്ടിവേഷൻ റെക്കോർഡിൽ കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പകരം ആ ആക്ടിവേഷൻ റെക്കോർഡിന് പുറത്തായിട്ട്, അല്ലെങ്കിൽ അതിനോട് അടുത്തായിട്ട് തന്നെയുള്ള മെമ്മറി ലൊക്കേഷനകത്ത് ഈ അരേക്ക് സ്പേസ് കൊടുത്തുകയാണ്, മെമ്മറി കൊടുത്തുകയാണ്. അരേസ് ഓഫ് പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തുകയാണ്. ഈ ആക്ടിവേഷൻ റെക്കോർഡിന് ചേർന്ന് തന്നെ ആയിരിക്കണം എന്തെന്ന് പറയുന്നത്, ഈ അരേസിന് കൊടുത്തിട്ടുള്ള എന്തെന്ന് പറയുന്നത്, ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഓരോ അരയിലേക്കുമുള്ള പോയിന്ററിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് അതിന്റെ മെമ്മറി ലൊക്കേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ എപ്പോഴെങ്കിലും ഈ ഒരു പ്രൊസീജിയറിന് എ എന്ന് പറയുന്ന ഈ അരേന് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് എന്തുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ലൊക്കേഷൻ ഉണ്ട്. എവിടെയാണ് എ കിടക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ ഉണ്ട്. അങ്ങോട്ടേക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യും. ബി ആണെന്നുണ്ടെങ്കിൽ ബിയിലേക്കും, സി ആണെന്നുണ്ടെങ്കിൽ സിയിലേക്കും പോയിന്റ് ഔട്ട് ചെയ്യും. ഇത് ഔട്ട് ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് പി എൻ എ ആണ് കിടക്കുന്നത്. ശരിക്ക് ഒരു ആക്ടിവേഷൻ പ്രൊസീജിയറിനകത്തുള്ള എല്ലാ ലോക്കൽ ഡാറ്റാസും അതിനകത്ത് സ്റ്റോർഡ് ആയിരിക്കണം. പക്ഷേ ഇത് വേരിയബിൾ സൈസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എക്സ്ട്രാ ലോങ് സൈസ്ഡ് വേരിയബിൾ ഡാറ്റാസ് ആയതുകൊണ്ട്, ഒബ്ജക്ട്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പുറത്ത് കൊടുത്തുകയാണ്, സ്റ്റോർ ചെയ്തുകയാണ്. പക്ഷേ അതിലേക്കുള്ള പോയിന്റേഴ്സ് മാത്രം വിത്തിൻ ദ ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് കൊടുത്തുകയാണ് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെ വീണ്ടും പറയുന്നത്. ഇനി ശ്രദ്ധിക്കണം. ഇപ്പോ ഇവിടെ പി എന്ന് പറയുന്ന ആക്ടിവേഷൻ റെക്കോർഡിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് അതിനകത്ത് വരുന്ന വേരിയബിൾ സൈസിലുള്ള ഒബ്ജക്ട്സിനെല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ പ്രൊസീജിയർ ക്യൂ കോൾഡ് ബൈ പി. പി കോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ക്യൂ എന്ന് കരുതുക. അതായത് പിയിൽ നിന്നും പി എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് കോൾ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ഏതെന്ന് പറയുന്നത് ക്യൂ എന്ന് കരുതുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻസും കഴിഞ്ഞിട്ടായിരിക്കും ആരെ സ്റ്റോർ ചെയ്യുന്നത്? ക്യൂവിന്റെ ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്നത്. അഗൈൻ ഇതും ഈ ക്യൂ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ്. അതിനകത്തും ഇതേപോലെ തന്നെ ലോങ് വേരിയബിൾ സൈസ്ഡ് ആയിട്ടുള്ള അറേസോ അല്ലെങ്കിൽ മറ്റു ഒബ്ജക്ട്സുകളോ ഉണ്ടാവാം. അതിനുശേഷം അതിന്റെ ആക്ടിവേഷൻ റെക്കോർഡിന് ശേഷം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യും. എപ്പോഴും കറന്റ്ലി ആക്റ്റീവ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ആക്ടിവേഷൻ റെക്കോർഡ് ഏതാണോ അതിന്റെ ഫിക്സ്ഡ് ലെങ്ത്തിന്റെ, ഇത് ഫിക്സ്ഡ് ലെങ്ത് ആണല്ലോ, എൻഡിലായിരിക്കും ടോപ്പ് സ്റ്റാക്ക് പോയിന്ററിന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിവിടെ വരുന്നത് കേട്ടോ. ഇനി ടോപ്പ് എന്ന് പറയുന്നതും ഒരു സ്റ്റാക്ക് പോയിന്ററിനെയാണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ച്വൽ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആണ്. ഇറ്റ് പോയിന്റ്സ് ദ പൊസിഷൻ അറ്റ് വിച്ച് ദ നെക്സ്റ്റ് ആക്ടിവേഷൻ റെക്കോർഡ് വിൽ ബിഗിൻ. അതായത് ഇപ്പൊ നോക്കിയേ, ഇതൊരു ആക്ടിവേഷൻ റെക്കോർഡാണ്. ക്യൂവിന്റെ ആക്ടിവേഷൻ റെക്കോർഡാണ് ഇതെന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഇത് അതിന്റെ അറേസ് സ്റ്റോർ ചെയ്ത സൈസ് ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് ഈ അറേന്റെയും സ്റ്റോറേജ് കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റൊരാളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു പ്രൊസീജിയറിന്റെ ആക്ടിവേഷൻ റെക്കോർഡിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കാണിക്കുന്നത് കറന്റ്ലി ഏത് ആക്ടിവേഷൻ റെക്കോർഡ്, ടോപ്പ് എസ് പി കാണിക്കുന്നത് കറന്റ്ലി ഏത് ആക്ടിവേഷൻ റെക്കോർഡാണോ ആക്റ്റീവ് ആയിട്ടുള്ളത്, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ ഫിക്സ്ഡ് ലെങ്ത്തിന്റെ എൻഡിങ്ങിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ടോപ്പ് കാണിക്കുന്നത് ഇനി എവിടെയാണ് നമുക്ക് നെക്സ്റ്റ് ആക്ടിവേഷൻ റെക്കോർഡിനെ ഈ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് സ്റ്റാക്ക് അലൊക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എക്സേ പോർഷനകത്ത് വരുന്ന പാർട്ടാണ് കേട്ടോ ഇത്.